അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി സാഹിബ്, ഈ സമ്മേളനത്തിൽ നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന ബഹുമാന്യനായ MLA ശ്രീ മുകുന്ദൻ സാർ, ഈ സ്ഥാപനത്തിൻ്റെ അതിഥി എന്ന് പറയാതെ ആതിഥേയരോടൊപ്പം നമ്മുടെ കൂട്ടത്തിലൊരംഗമായി നമ്മോടൊപ്പമുള്ള XMB ശ്രീ TN പ്രതാപൻ സാർ, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അസിസ്റ്റൻ്റ് അമീർ VT അബ്ദുള്ള കോയ സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു വിശിഷ്ട അതിഥികൾ, ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ സായാഹ്നത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വാടാനപ്പള്ളി ഓർഫനേജിന് കീഴിലുള്ള 3 സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിനികൾക്ക് സനത് നിർവഹിക്കപ്പെടുന്ന സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്, മുമ്പുണ്ട്, ഇപ്പോഴുമുണ്ട്. അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ സ്ഥാപനം എവിടെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന് അധ്യക്ഷ ഭാഷണത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും എൻ്റെ പിന്നിലുള്ള വേദിയും അതിൻ്റെ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണക്കുന്ന വക്താക്കളുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, സാർവത്രികമായ വിദ്യാഭ്യാസം നടപ്പാക്കുന്നിടത്ത്, പൊതുവിദ്യാഭ്യാസ സ്ഥാപനം തന്നെ പടുത്തുയർത്തുന്നിടത്ത് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതേസമയം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വേറിട്ട് നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പടികേറാൻ പലപ്പോഴും പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ നാട്ടിൽ മുമ്പുണ്ട്, ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അനിവാര്യമായ ഒരുപാട് വാല്യൂസ്, മൂല്യങ്ങൾ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് വേണ്ടും വിധം പകർന്നു നൽകാൻ കഴിയാതെ പോകാറുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ ഉള്ളടക്കത്തോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് പലപ്പോഴും കാലെടുത്തു വെക്കാൻ പല കാരണങ്ങളാൽ കഴിയാതെ പോകുന്ന നമ്മുടെ സാമൂഹ്യ വിഭാഗങ്ങളിൽപ്പെട്ട, പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപപ്പെട്ടു വന്ന സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ ഇന്ന് വ്യത്യസ്ത സ്ഥാപന സമുച്ചയങ്ങളായി വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്ന വാടാനപ്പള്ളി ഓർഫനേജും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അനാഥകൾക്ക് അഭയം നൽകുന്ന, അഗതികൾക്ക് അവർക്കാവശ്യമായ ഏറ്റവും നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസം നൽകുന്ന, സിലബസിനും കരിക്കുലത്തിനും അപ്പുറം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അനിവാര്യമായ മൂല്യങ്ങൾ പകർന്നു നൽകുന്ന, ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസത്തിനുള്ള വഴിയൊരുക്കുന്ന, വിദ്യാഭ്യാസം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്ന സ്ഥാപനമാണ് വാടാനപ്പള്ളി എന്ന് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ പോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രധാനപ്പെട്ട, എൻ്റെ ജൈവികമായ തേട്ടമാണ് എൻ്റെ ആത്മീയമായ നിറവ് കണ്ടെത്തുക എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ മനുഷ്യനെ കേവലം കരിയറിസ്റ്റാക്കി മാറ്റുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിനപ്പുറം അവൻ്റെ കരിയറിസത്തോടൊപ്പം തന്നെ പ്രധാനമാണ് അവൻ്റെ വ്യക്തിത്വം എന്ന് മനസ്സിലാക്കി അവൻ്റെ ഭൗതികമായ വശത്തോട് തന്നെ അത്ര തന്നെ അല്ലെങ്കിൽ അതിൽ കവിഞ്ഞ സ്വഭാവത്തിൽ പ്രാധാന്യമുള്ളതാണ് അവൻ്റെ സ്പിരിച്വൽ അംശം എന്ന് മനസ്സിലാക്കി ഈ രണ്ട് തലങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ടാണ് വാടാനപ്പള്ളി സ്ഥാപന സംവിധാനം വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം എന്ന പരാമർശം നീണ്ട കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തെ പ്രയാണത്തെക്കുറിച്ച് ധൈര്യപൂർവ്വവും ആത്മവിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടെയും ഈ സ്ഥാപന സമുച്ചയങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആ വിപ്ലവത്തിൻ്റെ നേർസാക്ഷ്യങ്ങൾ എൻ്റെ പിന്നിലിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്, എൻ്റെ മുന്നിലിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ഇനിയും ഇവിടെ എത്താൻ കഴിയാത്ത കേരളത്തിനകത്തും പുറത്തും രാജ്യത്തിനകത്തും പുറത്തും വ്യത്യസ്തമായ മേഖലകളിൽ സമൂഹത്തിന് സേവനമനുഷ്ഠിച്ചുകൊണ്ട് നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിച്ചുകൊണ്ട് അഭിമാനകരമായ രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ള വിചക്ഷണന്മാർ, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ വ്യക്തിത്വങ്ങൾ, അതിൽ നിന്ന് കൊഴിഞ്ഞുപോയ ഒരു പുഷ്പം എന്ന അർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ ഞാൻ പരാമർശിക്കാതിരിക്കുന്നത് ശരിയല്ല. വി ശുക്കൂർ സാഹിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടെ നിന്ന് തുടർന്ന് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ പ്രാസ്ഥാനിക രംഗത്ത് നെടുനായകത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാന നേതൃനിരയിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, എഴുത്തുകാർ, പ്രഭാഷകന്മാർ, അങ്ങനെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ, രാജ്യത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ, മതമണ്ഡലത്തിൽ, സാംസ്കാരിക മണ്ഡലത്തിൽ, വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിങ്ങൾ സൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ ഈ കൊച്ചു സ്ഥാപനത്തിൽ നിന്ന്, ആ ഓലപ്പുരയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ അടയാളക്കുറികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഘടകം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ തുടക്കക്കാർ മഹാന്മാരായ മഹത്തുക്കളായ മനുഷ്യരാണ്. ഒന്നും നേടാതെ നാളേക്ക് ഒരുപാട് സമ്പാദിച്ച മഹൽ വ്യക്തിത്വങ്ങളാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയാണ്. ഹെൽത്ത് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയാണ്. പുതിയ കാലഘട്ടത്തിൽ എല്ലാം മാർക്കറ്റാണ്, എല്ലാം വിപണിയാണ്, എല്ലാം വിപണിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങാവുന്നതാണ്. സ്നേഹം അങ്ങനെയാണ്, പരിചരണം അങ്ങനെയാണ്, പരിഗണന അങ്ങനെയാണ്. അതുപോലെ തന്നെ മാതൃത്വവും അതുപോലെ തന്നെ പിതൃത്വവും സഹോദര സഹോദരി ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ട, എല്ലാം വിപണികളിൽ വളരെ ഭംഗിയായി സൂപ്പർ സ്പെഷ്യാലിറ്റി പിൻബലത്തോടുകൂടി അവൈലബിളായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എഡ്യൂക്കേഷനും അങ്ങനെയാണ്, ആരോഗ്യ വിഷയം അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയല്ല പഠിച്ചു വന്നത്. എഡ്യൂക്കേഷൻ ഒരു സമൂഹത്തിന് കൊടുക്കേണ്ടുന്ന അടിസ്ഥാനപരമായ മൗലികമായ ഒരു പൗരന്റെ അവകാശമാണ്. ആരോഗ്യം ഒരു പൗരന്റെ അവകാശമാണ്. അതെല്ലാം മാറി പുതിയ കാലഘട്ടത്തിൽ അതെല്ലാം നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ആകുന്ന, ഹെൽത്ത് ഇൻഡസ്ട്രി ആകുന്ന ഒരു കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു ജനറേഷന് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാനും ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പിന്നോക്കാവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിന് ഭാവിയെക്കുറിച്ച് സുന്ദരമായ സ്വപ്നങ്ങൾ നെയ്തെടുക്കുവാനുമുള്ള അവസരമൊരുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അക്കൂട്ടത്തിൽ അതിന് തുടക്കം കുറിച്ചവരെ നമുക്ക് അനുസ്മരിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഒരുപാട് മഹത്തുക്കളുണ്ട്. അതിൽ ആദ്യം VP കുഞ്ഞുമൊയ്തീൻകുട്ടി മൗലവി നമ്മുടെ ശ്രദ്ധയിലുണ്ടാകും. മർഹൂം വളാഞ്ചേരി സ്വദേശിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് നമ്മൾ യഥാർത്ഥത്തിൽ അതിനുശേഷം ഇപ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ KK മമ്മണ്ണി മൗലവിയെ കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഇവിടെ അദ്ദേഹം നമ്മളോട് അഭിമുഖീകരിക്കേണ്ട വ്യക്തിത്വമാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വൈകുന്നേരത്തെ സെഷനിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദേഹം ഉണ്ടാകണം. ഒരുപക്ഷെ ഒരു സൂഫി വര്യനെ പോലെ അദ്ദേഹം തന്റെ ജീവിത ലാളിത്യത്തിന്റെ പ്രതീകമായി നടന്നു തീർത്ത വഴികൾ ചെറുതല്ല, വളരെ വളരെ വലുതാണ്. അദ്ദേഹം നടന്നു തീർത്ത വഴികളിലെല്ലാം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കാവുന്ന ഒരുപാട് സാധാരണക്കാർക്കും അഗതികൾക്കും അനാഥകൾക്കും
ഒന്ന് ഷോൾഡർ ഒന്ന് അല്ലെങ്കിൽ തലയൊന്ന് ചായ്ക്കാൻ പറ്റുന്ന ഒരുപാട് മേൽക്കൂരകൾ പണിതുയർത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതയാത്ര, അതിന്റെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതയാത്ര അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. നാഥൻ അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും ആഫിയത്തും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായ പ്രഭാഷണം നടത്തുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. ഈ സ്ഥാപനം നേടിയെടുത്ത പിന്നിട്ട വഴികളെ കുറിച്ച് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമാണ്. ലോകത്ത് മാറ്റങ്ങളുടെ ഗതിവിഗതി അല്ലെങ്കിൽ ഗതിവേഗത എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലുതാണ്. എൻ്റെ പ്രിയപ്പെട്ട പിന്നിലിരിക്കുന്ന ആളുകളോടും മുന്നിലിരിക്കുന്ന ആളുകളോടും ഞാൻ പറയുക, ഒരു തലമുറ നമുക്ക് സുന്ദരമായ ഒരുപാട് സ്വപ്നം കാണാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ രൂപപ്പെടുത്തി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളാണ് അതിനെ അടുത്ത തലത്തിലേക്ക് എത്തിക്കേണ്ടത്. പഴയ കാലഘട്ടം പോലെയല്ല, പുതിയ കാലഘട്ടം വളരുന്ന ഒരു കാലഘട്ടമാണ്. വളർച്ചയുടെ വേഗത എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയ്ക്കപ്പുറമാണ്. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ലോകത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരുപക്ഷെ 100 വർഷങ്ങൾക്കപ്പുറം നാം നേടിയെടുത്ത വളർച്ചയേക്കാൾ വേഗതയാർന്നതാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആ വേഗത്തോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റത്തെ സ്വാംശീകരിക്കാൻ നമുക്ക് കഴിയണം. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങളെ നവീകരിക്കാൻ നമുക്ക് സാധിക്കണം. കാലത്തോടൊപ്പം, കാലത്തിന്റെ വേഗതയോടൊപ്പം. എന്നാൽ നമ്മൾ നേടിയെടുത്ത നമ്മുടെ പാരമ്പര്യത്തെ, നമ്മൾ നേടിയെടുത്ത നമ്മുടെ പൈതൃകത്തെ, നമ്മൾ നേടിയെടുത്ത നമ്മുടെ ആദർശത്തിന്റെ വെളിച്ചത്തെ നമുക്ക് വാല്യൂവായി അല്ലെങ്കിൽ മൂല്യാടിത്തറ പകരുന്ന ഇസ്ലാമിക ആശയത്തെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ ഫ്രെയിമിനെ നമ്മൾ ഈ കാലോചിതമായ കാലഘട്ടത്തിനനുസൃതമായ സ്വഭാവത്തിൽ വികസിപ്പിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലെനിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തിലെ ഓരോ വ്യക്തികളെയും ഞാൻ ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും മികവുറ്റ ഒരു ടീം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് മമ്മൂട്ടി മൗലവിക്കും മുഹമ്മദ് അലി സാഹിബിനുമൊക്കെ ആത്മവിശ്വാസത്തിന്റെ വക നൽകുന്ന ഒരു കാര്യമാണ്. നല്ല വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ഒരു വലിയ പ്ലാനും പദ്ധതിയും രൂപപ്പെടുത്താനും അത് നടപ്പാക്കാനും കഴിയുന്ന ഒരു നല്ല ടീം ഈ സ്ഥാപനത്തിന്റെ പിറകിലുണ്ട്. അത് എവിടെ നിന്നോ വന്നതല്ല, ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്തിൽ നിന്ന് വളർന്നു വന്നവരാണ്. ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്തിൽ നിന്ന് വളർന്നു വന്ന അവർ തീർച്ചയായിട്ടും ഇതിനോട് അങ്ങേയറ്റം കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ്, ഉയർന്ന ഡെസിഗ്നേഷൻ ഉള്ളവരാണ്. ഞാൻ ആ ഗസ്റ്റ് റൂമിൽ വന്നപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കണ്ടപ്പോൾ അവർ ഗസ്റ്റ് റൂമിൽ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയല്ല, ഞങ്ങളുടെ സഹപാഠികളെ കാണട്ടെ എന്നാണ്. അതുകൊണ്ട് അവർ വന്ന വഴികളെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ യഥാർത്ഥത്തിൽ വിഷൻ 2075 എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി ഇവിടെ സമർപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നിട്ട വഴികളിൽ തങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കിയ ഒരു സ്ഥാപനത്തോട്, ആ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് വളർന്നു വന്ന ഒരു പുതിയ തലമുറ ആ സ്ഥാപനത്തോട് ചെയ്തു തീർക്കാൻ തീരുമാനിച്ച കടപ്പാടിന്റെ പേരാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചേർന്ന് നിന്നാൽ, അവർ മുമ്പിൽ നിന്നാൽ അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഉസ്ര അതിന് പ്രാപ്തമായ ഒരു ടീമാണ് ഉസ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ്, ആഹ്ലാദത്തോടു കൂടിയാണ് ഇപ്പോൾ കാണുന്ന ഈ നിറപ്പകിട്ടിനപ്പുറത്ത് ഞാൻ കാണുന്നത് ആ വിഷൻ 2075 എന്ന് പറയുന്ന ആ വലിയ സ്വപ്നമാണ്, ആ സ്വപ്ന പദ്ധതിയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് ഞാൻ പറയുക, ആശയം മാത്രമല്ല നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടത്, ആ ആശയത്തിന്റെ ആവിഷ്കാരത്തിൽ നിങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങളുടെ സമയവും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ പരിശ്രമവും നിങ്ങൾ പ്രദാനം ചെയ്താൽ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അലി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഒരു കുതിപ്പ്, ഒരു എടുത്തുചാട്ടം, ഒരു മുന്നേറ്റം നടത്താൻ മതിയായ മാർഗരേഖയാണ് എന്ന് അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉണർത്തിക്കൊണ്ട് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ വലിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.